ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒക്യുപ്പൻസി കളർ കോഡ്സ്. അപ്പോൾ എന്താണ് ഈ ഒക്യുപ്പൻസി കളർ കോഡ്സ്? അപ്പോൾ നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളും ആണ് നമ്മൾ ചെയ്യുന്നത് നോർമലി. അപ്പോൾ നിങ്ങൾക്ക് അതിലുപരി വേറെ നല്ല കാറ്റഗറിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കിട്ടുകയാണ്. അപ്പോൾ അതിന് എങ്ങനെ നമ്മളെ ഈ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിന് നമ്മളത് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ അതിനുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. സ്മാർട്ട് ലെയർ മെട്രിക്സ് ജനറൽ ലൈവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒക്യുപ്പൻസി ഗ്രൂപ്പിൻ്റെ കളർ കോഡ് കിട്ടും. അപ്പോൾ ഇത് കിട്ടാത്തവർക്ക് ഇതിൻ്റെ അതായത് സ്മാർട്ടിൻ്റെ യൂസർ മാനുവലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിലുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക, A1 കേസിൽ എന്താണ്? റെസിഡൻഷ്യൽ A1 അപ്പാർട്ട്മെന്റ്സ് ഓർ ഫ്ലാറ്റ്സ്, സിംഗിൾ ഫാമിലി ഡ്വെല്ലിംഗ് ആൻഡ് ഡുവൽ സിംഗിൾ ഫാമിലി യൂണിറ്റ്സ്. അപ്പോൾ ഇതിൽ റെസിഡൻഷ്യൽ A1 ഇൻഡെക്സ് കളർ കോഡ് 2ഉം സിംഗിൾ ഫാമിലി ഡ്വെല്ലിംഗ് ആൻഡ് ഡുവൽ സിംഗിൾ ഫാമിലി യൂണിറ്റ്സ് 25ഉമാണ് കളർ കോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്മാർട്ട് മാത്രമേ കാണുള്ളൂ. ഈ യെല്ലോയിൽ ചെന്നിട്ട് നിങ്ങൾ സെലക്ട് കളറിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ യെല്ലോയിൽ ഉണ്ടോ ഇൻഡെക്സ് കളർ 2 എന്ന് കാണാനുണ്ടോ? ഇൻഡെക്സ് കളർ 2 അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്, ഇൻഡെക്സ് കളർ 2. അടുത്ത കേസിൽ ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഇവിടെ ലെയറിൽ സ്മാർട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ കളർ 25 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുക, സെലക്ട് കളറിൽ ചെന്ന് കഴിഞ്ഞാൽ 25 അത് എവിടെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഓട്ടോക്കാഡ് കളർ ഇൻഡെക്സ് ACI എന്നുള്ളതിൻ്റെ ഇതിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് കളർ കോഡ് 25 കാണാമോ? അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ബിൽട്ടപ്പ് ഏരിയ കണക്കാക്കുമ്പോൾ അത് ഏത് ഒക്യുപ്പൻസി ആണെന്നുള്ളത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ കോഡ് അപ്ലൈ ചെയ്യണം. എന്നാൽ തന്നെയാണ് മനസ്സിലാവുള്ളൂ. അത് സ്പെഷ്യലി നിങ്ങൾ A2 കാറ്റഗറി F അങ്ങനെ പോകുന്നതിൻ്റെ ഇതിലൊക്കെയാണ് ഈ കളർ കോഡ് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തത് എന്താ പറയുന്നത്? A1 തന്നെ സ്മോൾ പ്രൊഫഷണൽ ഓഫീസസ് യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് പ്രിൻസിപ്പൽ റെസിഡൻഷ്യൽ യൂസ്. അതിലേതാ കളർ കോഡ് കൊടുത്തിരിക്കുന്നത്? 24 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കളർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്മാർട്ട് ലെയറിൽ സ്മാർട്ടും ഇവിടെ കളർ കോഡ് 24 ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് കളർ കോഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ കളർ കോഡ് കിടക്കുന്നത്, ഇൻഡെക്സ് കളർ കോഡ് 24. ഓക്കെ, ഇങ്ങനെയാണ് ഓരോന്നിൻ്റെയും കണക്കാക്കേണ്ടത്. A2 ചെന്ന് കഴിഞ്ഞാൽ സ്പെഷ്യൽ റെസിഡൻഷ്യൽ ഹോസ്റ്റൽ ഓർ ഡോമിറ്ററി ഓർ സെമിനാരീസ്. അപ്പോൾ അതിൻ്റെ കളർ കോഡ് 3 ആണ്. അടുത്തത് ഹോട്ടൽസ് ഓർ ലോഡ്ജിങ് ഓർ സിമിലർ 23 ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഈ കളറിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്മാർട്ട് ഇത് ഗ്രീനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെലക്ട് കളറിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ ഉണ്ട്. ഏതാണ് കളർ കോഡ്? 3. ആ കളർ കോഡാണ് ഇവിടെ 3 ആയിട്ട് കിടക്കുന്നത്. ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ അപ് ടു ഹൈസ്കൂൾസ്, ഹയർ സെക്കൻഡറി, ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ, ITIs. അതിലും ഓരോ കളർ കോഡ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ 4, 14, 15 കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നിങ്ങൾ ബിൽട്ടപ്പ് ഏരിയ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബിൽട്ടപ്പ് ഏരിയ കണക്കാക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ലെയർ വരയ്ക്കും. ആ ലെയർ വരച്ചതിന് ശേഷം ആ ലെയറിനെ നിങ്ങൾ ഏതാണോ കാറ്റഗറി എന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിയിലെ കളർ കോഡ് സെലക്ട് ചെയ്തതിന് ശേഷം മാച്ച് പവർ എടുത്തിട്ട് അതിൻ്റെ മേലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്യുപ്പൻസി ആയി. അതായത് ഏതാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അത് കമ്പ്യൂട്ടർ മനസ്സിലാവും. ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ബിൽഡിംഗ് ആണെന്ന് അതിന് മനസ്സിലാവും. അടുത്തത് എന്താണ്? C മെഡിക്കൽ OP, IP, മെഡിക്കൽ OP, മെഡിക്കൽ അഡ്മിൻ. അതിന് ഓരോ കളറുണ്ട്. അതിൽ അടുത്തത് എന്താണ്? D അസംബ്ലി വർഷിപ്പ്, അസംബ്ലി ഓഡിറ്റോറിയം, കമ്മ്യൂണിറ്റി ഹാള് ആൻഡ് വെഡിങ് ഹാള്, അസംബ്ലി പാട്രിയോട്ടിക്, അസംബ്ലി ബസ് ടെർമിനൽ, അങ്ങനെ. അപ്പം ഇതിനും ഓരോ കളർ കോഡ് ഉണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ബിൽഡിംഗ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലേക്ക് ഒരു പെർമിറ്റാണ് നിങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിൽട്ടപ്പ് ഏരിയ കണ്ടതിന് ശേഷം ഈ ഒരു കളർ കോഡ് അതിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ അത് ഏത് കാറ്റഗറിയാണെന്ന് മനസ്സിലാവുള്ളൂ.
ഇയിൽ ഓഫീസ് ബിസിനസ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഓൺ IT പാർക്സ് ഓൾ ഗവൺമെൻറ് ഓഫീസ് ഇൻ പ്ലോട്ട് ഓൺ ബൈ ഗവൺമെൻറ്. അതിലും ഓരോ കളർ കോഡ് ഉണ്ട്. അതും നിങ്ങൾ ബിൽഡപ്പ് ഏരിയ മാർക്ക് ചെയ്തതിനു ശേഷം ഇവിടെ വന്നിട്ട് മാച്ച് പ്രോപ്പർട്ടി എടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് കാറ്റഗറിയാണ് അതിൽ കാണിക്കും. എഫിൻ്റെ കേസിലാണെങ്കിൽ കൊമേഴ്ഷ്യൽ ഓർ പാർക്കിംഗ് പ്ലാസ 8, അപ്പാർട്ട്മെന്റ് ആൻഡ് പാർക്കിംഗ് അത് 18, റെസ്റ്റോറൻറ്റ് 38, സെഗ്രിഗേറ്റഡ് സാനിറ്റേഷൻ 19, അങ്ങനെ ഓരോ കളർ കോഡും ഉണ്ട്. അപ്പോൾ എഫും നമ്മളിപ്പോൾ മെയിനായിട്ട് ബിൽഡിംഗ് ചെയ്യുന്നത് എഫും A1ഉം A2 ഒക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കളർ കോഡ് കൊടുത്താൽ മാത്രമേ, അതായത് നിങ്ങൾ എഫിലാണ്, നിങ്ങൾ കൊമേഴ്ഷ്യലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പെർമിറ്റ് എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ 8 എന്ന കാറ്റഗറിയിലായിരിക്കും പോവുക. മനസ്സിലായില്ലേ? 8 ആണ് അതിൻ്റെ കളർ കോഡ്. അപ്പോൾ ഇവിടെ വന്നിട്ട് മാച്ച് പ്രോപ്പർട്ടി എടുത്ത് അത് സെലക്ട് ചെയ്താൽ മാത്രമാണ് അതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണോ എന്ന് കമ്പ്യൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ പാർക്കിങ്ങിൻ്റെ കേസിലുമാണെങ്കിൽ 18 ആണ്, റെസ്റ്റോറൻ്റ് ആണെങ്കിൽ 38 ആണ്, അങ്ങനെ കൊടുക്കണം. അടുത്തത് എന്താണ്? G1 ഇൻഡസ്ട്രീസ് ടൈപ്പ് G1 ഓട്ടോമൊബൈൽ സർവീസ് സാനിറ്റേഷൻ വിത്ത് റിപ്പയറിംഗ് ഫെസിലിറ്റീസ്, നോ നോയിസൻസ് ആൻഡ് നോൺ ഡേഞ്ചറസ് ടൈപ്പ് ഒക്കെ ഇത് തന്നെയാണ്. അതായത് കളർ കോഡ് അതിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്താൽ മാത്രമാണ് ഇത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് കിട്ടുള്ളൂ. അതിനനുസരിച്ചാണ് പെർമിറ്റ് പാസ്സാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് പാസ്സാവില്ല. G2 ഇൻഡസ്ട്രീസ് ടൈപ്പ് G2 ഇൻഡസ്ട്രിയൽ ടൈപ്പ് G2 മോഡേൺ മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ്, സ്ലേട്ടർ ഹൗസസ്, ഇലക്ട്രിക് ആൻഡ് ഗ്യാസ്, ക്രെമറ്റോറിയ, അങ്ങനെ എല്ലാത്തിനും ഓരോ കളർ കോഡും ഉണ്ട്, നമ്പറും ഉണ്ട്. സ്റ്റോറേജ് H അത് 11 ആണ്. അടുത്തത് I ആണ് ലാസ്റ്റ് വരുന്നത്. അല്ല Iയും Jയും ഉണ്ട്. അതിൽ Iയിൽ ഹസാഡസ്, ഓട്ടോമൊബൈൽ ഫ്യൂൽ ഫില്ലിംഗ് സ്റ്റേഷൻ, കനോപ്പി, സെയിൽസ് ഓഫീസ്, കിയോസ്ക് ഇൻ ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേഷൻ, പിന്നെന്താണ് വൈറ്റ് കരിയർ ആസ് പെർ PCB, ബെറിയൽ ഗ്രൗണ്ട്, വോൾട്ട് ആൻഡ് ക്രെമറ്റോറിയ, ടൈപ്പ് C മാഗസിൻ ഫോർ എക്സ്പ്ലോസീവ്സ്, ഫ്യൂൽ ഫില്ലിംഗ് സ്റ്റേഷൻ ഇൻറ്റൻഡഡ് ടു ഫ്യൂൽ ബോട്ട്സ്, അങ്ങനെ അതിനൊക്കെ ഓരോ കളർ കോഡുണ്ട്. ഇപ്പോൾ പെട്രോൾ പമ്പിൻ്റെ കേസൊക്കെയാണ്. നിങ്ങൾക്കൊരു പെട്രോൾ പമ്പിൻ്റെ ഒരു ബിൽഡിംഗ് പെർമിറ്റാണ് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ Iയിൽ വന്നാലാണ് നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കളർ കോഡ് അടിച്ചാലാണ് അതിന് മനസ്സിലാവുള്ളൂ, കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പെർമിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ കോഡൊക്കെ അപ്ലൈ ചെയ്യണം. അടുത്തത് J എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് ആണ്. അത് 13 ആണ്. അപ്പോൾ അത് അതിനനുസരിച്ച് നിങ്ങൾ കളർ കോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.